ഇപ്പം 1990-ലൊക്കെ ആണെങ്കിൽ വലിയ മുറിവ്, തുന്നലിട്ടുള്ള മുറിവാണ് ചെയ്യാറുള്ളത്. അത് ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡ് വരെ കാണും. അവിടെയാണ് നമുക്ക് ഈ 3 മാസത്തിന്റെ റെസ്റ്റ്, നിങ്ങൾക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റത്തില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല, 3 months മരുന്നിടണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. ഇനി ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് ആണ് ഈ പറഞ്ഞ പോലെ 1.8 millimeters മൈക്രോ ഇൻസിഷൻ സർജറീസ് എന്ന് പറയുന്നത്. അത് നമുക്കുണ്ട്. അതാണ് ഇവിടെ ചെയ്യുന്നത്. കൃഷ്ണമണി ഏകദേശം ഞാൻ പറഞ്ഞല്ലോ ഒരു 11 millimeter വരത്തുള്ളൂ. ഇപ്പൊ ഇതിന്റെ ഈ മുറിവ് ഒരു 3 millimeter അല്ലെങ്കിൽ 5 millimeter എന്ന് പറയുന്നത് കൃഷ്ണമണിയെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും. മനസ്സിലായോ? ആ 11-ലെ ഏകദേശം 50% അല്ലെങ്കിൽ 30% മുറിവിലേക്ക് പോവാണ്. അപ്പൊ എന്താണ്, പോസ്റ്റ് സർജറി നമുക്ക് കണ്ണട വേണ്ടി വരാം, അതെ, പവറിന് വ്യത്യാസങ്ങൾ വരാം, ദൂരെ കാണാനായിട്ട്. അങ്ങനെയല്ല. അപ്പം ഈ 1.8 എന്ന് വെച്ചാൽ ഒരു 10% പോലും അതിന്റെ വരുന്നില്ല, അതെ, മുറിവിന്റെ നീളം എന്ന് പറയുന്നത്. സോ അത്രയും പെട്ടെന്ന് ഉണങ്ങും. 24 hours ഉറങ്ങുന്നു തന്നെ പറയാം. അപ്പൊ നമ്മളുടെ ഹോസ്പിറ്റലിൽ നമ്മൾ 2ാമത്തെ ദിവസം അല്ലെങ്കിൽ 3ാമത്തെ ദിവസം നിങ്ങൾ കുളിച്ചു തുടങ്ങാൻ പറയുമ്പോഴത്തേക്കും തിരിച്ചു വന്നിട്ട് കുളിച്ചോ അമ്മേ, കുളിച്ചോ അച്ഛാന്ന് ചോദിക്കുമ്പോൾ ഇല്ലില്ല, ഞങ്ങളുടെ കൂടെ ഉള്ളവരെ വേറെ ആൾക്കാർ വേണ്ട, ചെയ്യരുത്, പേടിയാണ്. കാരണം പണ്ട് മുതലേ ഉള്ള ഒരു വിശ്വാസത്തിൽ നിന്ന് മാറി ചിന്തിക്കാൻ ഒരു ഇച്ചിരി പാടാണ്. പക്ഷെ ഈ 1.8 millimeters 24 hours ഉണങ്ങും. അതെ. അപ്പൊ നമുക്കൊരു 2 ദിവസം 3 ദിവസത്തിനുള്ളിൽ നമ്മുടെ ആക്ടിവിറ്റീസ് റെസ്യൂം ചെയ്യാം.